കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബീഹാറിൽ ബി.ജെ.പി വലിയ തോതിലുള്ള തിരിച്ചടിയേറ്റു. അവരുടെ ദേശീയ അധ്യക്ഷൻ രാജിവെച്ചിട്ട് പോയ ആ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് 19,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് പ്രശാന്ത് കിഷോർ തിരഞ്ഞെടുപ്പ് വിശാരദനൊക്കെയായ അദ്ദേഹം ഇപ്പോൾ സ്വന്തം പാർട്ടിയൊക്കെ ഉണ്ടാക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ജനസ്വരാജ് പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വലിയ നേട്ടമാണ്. കാരണം കഴിഞ്ഞ വർഷം മത്സരിച്ചപ്പോൾ ഒരു തരത്തിലുള്ള ചലനം ഉണ്ടാക്കാൻ കഴിയാതെ പോയ ജൻസുരാജ് പാർട്ടിയാണ് ഈ വർഷം ഒരു സീറ്റാണ് അവർ 200 സീറ്റ് മത്സരിച്ചു. പക്ഷേ ഒന്നും തന്നെ ഒരു ചലനം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ അവിടെ നിന്നാണ് ബി.ജെ.പിയുടെ ഒരു കോട്ട പൊളിച്ചടുക്കി 19,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ 1995 മുതൽ ബി.ജെ.പി ജയിച്ചു വരുന്ന മണ്ഡലമാണ്. അതായത് ബി.ജെ.പിയുടെ കോട്ട. നിതിൻ നബീൻ എന്ന ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ, അദ്ദേഹം മന്ത്രിയായിരുന്നു. അദ്ദേഹം 5 തവണ തുടർച്ചയായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു നിയമസഭയിൽ. ഇവിടെ നമ്മുടെ വല്ല പുതുപ്പള്ളി എന്നൊക്കെ പറയും, ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയും പോലത്തെ ഒരു അവസ്ഥയായിരുന്നു തോന്നുന്നു. അവിടെ ഈ അദ്ദേഹത്തിൻ്റെ സ്ഥിരം മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെ ബി.ജെ.പിയുടെ കുത്തക മണ്ഡലമായിരുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരു മണ്ഡലത്തിലാണ് ബി.ജെ.പിക്ക് ഇളക്കം തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം കാണുമ്പോൾ നമുക്ക് തോന്നും ബി.ജെ.പിക്ക് ഇളക്കം തട്ടി. മണ്ഡലത്തിന്റെ പേര് പറഞ്ഞില്ല, ബങ്കിപ്പൂർ എന്നാണ് മണ്ഡലത്തിന്റെ. നമ്മൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ കരുതുന്നു ബി.ജെ.പിക്ക് ഇളക്കം തട്ടുന്നു എന്നൊരു തോന്നലുണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പോലെ ശക്തമായിട്ടുള്ള പോളിംഗ് അവിടെ നടന്നിട്ടില്ല. 34.34%, അതായത് 35% തികച്ചിട്ടില്ല അവിടെ ആകെ പോളിംഗ്. അപ്പൊ ശരിക്കും 50% പോലും പാതി പോലും ആയിട്ടില്ല. അപ്പൊ അത്രയും ഒരു കുറഞ്ഞ ജനവിഭാഗമാണ് നിലവിൽ അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് ആ നാട്ടിലെ മുഴുവൻ പൾസ് നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും പൂർണ്ണ തോതിൽ ബി.ജെ.പിക്ക് അവിടെ തിരിച്ചടിയെന്ന് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇനി ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് കൂടുതൽ പോളിംഗ് അവിടെ നടന്നാൽ ഈ പറയുന്ന അവിടുത്തെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ മാറി പറയാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വേറൊരു വിഷയം അവിടെ ഉണ്ട്. ബി.ജെ.പിക്ക് അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. 95 മുതൽ സ്ഥിരമായി ജയിച്ചിരുന്ന മണ്ഡലം എന്ന് പറയുമ്പോഴേ നമ്മൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള ധാരണ ഒരുപക്ഷെ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എനിക്ക് അവിടെ വേറൊരു രീതിയിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ബി.ജെ.പിക്ക് ആത്മവിശ്വാസം കൂടി എന്നതിനേക്കാൾ ഉപരി ഇത് പ്രതിപക്ഷത്തിന് ഇട്ടുകൊടുത്തൊരു ചൂണ്ടയാണോ എന്നൊരു സംശയം. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലൊക്കെ മീൻ പിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ നമ്മൾ ആദ്യം ചെറിയ മീനെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നുകൂടി കോർത്ത് വലിയ മീനെ പിടിക്കാനായിട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ ഈ ഒരു ഇവിടുത്തെ ഒരു ബി.ജെ.പിയുടെ തന്ത്രം എനിക്ക് അങ്ങനെ ഒന്ന് വിലയിരുത്താൻ തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ ഒരു സന്ദർഭം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം പറയും ബി.ജെ.പിക്ക് ഇതുപോലെ ഇളക്കം തട്ടുന്നു, ജൻസി പ്രതിഷേധം ഭയങ്കര വലിയ രീതിയിൽ വ്യാപിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം കൂടുകയും അവരുടെ ഒരു ആത്മവിശ്വാസം കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ അധ്വാനിക്കാനുള്ള മനസ്സ് കുറയും. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ബി.ജെ.പി ഇട്ടുകൊടുത്തൊരു ചൂണ്ടയാണോ എന്നുള്ളൊരു സംശയിച്ചാൽ തെറ്റു പറയില്ല. അപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറയുന്ന പോലെ തൂത്തുവാരിയ ഒരു തരംഗം തന്നെ ബി.ജെ.പിക്ക് അവിടെ പിന്നീട് കിട്ടാനും സാധ്യതയുണ്ടാകാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ബീഹാറിനെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ അവിടെ ഭരിക്കുകയാണ്. ശരിക്കും ബി.ജെ.പിക്ക് ഭരണമുണ്ട്. അവിടുത്തെ ബീഹാറുകാരനാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ തുടങ്ങി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ ഈ ദേശീയ മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷമാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ബി.ജെ.പിയെ കുറിച്ച് വന്നിട്ടുള്ള ഒരു കാര്യം, ബി.ജെ.പിക്ക് എവിടെയെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ അവർ കൃത്യമായി പഠിക്കും, പഠിച്ചതിന് പരിഹാരം കണ്ടുപിടിക്കും. നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് പരിഹാരം കണ്ടുപിടിക്കും. നമ്മുടെ കോൺഗ്രസ് നേതാവ് പി ചിദംബരം വരെ ചൂണ്ടിക്കാട്ടിയതാണ് അതിന് ബി.ജെ.പി ഒരു കൃത്യമായ ഒരു എഞ്ചിൻ പോലെ പ്രവർത്തിച്ചുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു പ്രാവശ്യം. അല്ല, അത് ബി.ജെ.പി സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിപ്രഗത്ഭന്മാരെ ആളുകൾ അവരുടെ കൂടെ ഉണ്ട്, മിടുക്കന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സംസ്ഥാനത്തൊരു തിരിച്ചടി ഉണ്ടായാലും അവർക്ക് ഓരോ മണ്ഡലവരുടെ അടുത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളവർ വിശകലനം നടത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ കേരളത്തിലെ കാര്യം പിന്നെ കേരളത്തിൽ പണ്ട് പോലെ ബി.ജെ.പി അത്ര പൂർണ്ണ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ നോക്കാത്ത. എങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് 3 സീറ്റ് കേരളത്തിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു ലോക്സഭാ സീറ്റും ഉണ്ട്. അതെ. അപ്പോൾ ഇത് ഒരുപക്ഷെ അതൊക്കെ തന്നെ വളരെ കൃത്യമായ പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എവിടെയാണ് തങ്ങൾക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് തങ്ങൾക്ക് കുറച്ചുകൂടി കടന്നു കയറാൻ സാധ്യതയുള്ള എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഈ ബി.ജെ.പി മുന്നോട്ട് പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ബി.ജെ.പി നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വോട്ടിംഗ് മെഷീൻ എന്ന് കുറ്റം പറയും. അവിടെ എനിക്ക് അതാണ് ഏറ്റവും ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു പോയിന്റായിട്ട് എനിക്ക് അവിടെ തോന്നിയത്. അതായത് ബി.ജെ.പി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഈ ജനവിധിയെ സ്വീകരിക്കുന്നു, ഇത് ജനാധിപത്യത്തിൻ്റെ മണ്ണാണ്, ഞങ്ങൾക്ക് എവിടെയാണ് വീഴ്ച പറ്റിയെന്ന് ഞങ്ങൾ പഠിക്കും, വിശകലനം ചെയ്യും, ഞങ്ങൾ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞത് ഞങ്ങൾ ഇ.വി.എമ്മിനെ കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇ.വി.എമ്മിനെ കുറ്റം പറയുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു
പ്രതിപക്ഷത്തിന് പരോക്ഷമായിട്ട് ഒരു അടി കൊടുത്ത പോലെ തന്നെയാണ് അവരുടെ മറുപടി. സാറിന് കോൺഗ്രസ്സുകാരെ കുറിച്ച് എപ്പോഴും പറയും അവർ ജയിക്കുമ്പോൾ EVM കുഴപ്പമില്ല, അവർ തോറ്റ EVM-നാണ്, അവർ BJP ജയിക്കുമ്പോൾ EVM-ൻ്റെ വഴിയാണ് ജയിച്ചതെന്ന് ആരോപിക്കുക എന്നുള്ളത് പലപ്പോഴും കളിയാക്കി പറയാനുള്ളൊരു കാര്യമാണ്. മാത്രമല്ല അവിടെ ഒരു അവരുടെ BJP-യുടെ ഒരു കോൺഫിഡൻസ്, അതായത് അവർക്ക് വർക്ക് ചെയ്താൽ അവർക്ക് ഇത് മാറിയെടുക്കാന്നുള്ളൊരു കോൺഫിഡൻസ് അവിടെ പ്രകടമാണ്. മാത്രമല്ല അവർക്കെതിരെ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി എവിടെ എത്തി? എങ്ങും എത്തിയില്ല. അത് നാല് വഴിക്ക് പോയില്ലേ. ആ മുന്നണിയെ തന്നെ ഏതാണ്ട് ചിന്ന ഭിന്ന അവസ്ഥയിലാണ്. അപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തുപിടിച്ചാൽ അവർക്ക് ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്നറിയാം. പക്ഷേ ബീഹാറിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പാറ്റ്നയിൽ നമ്മൾ ഈ കോക്രോച്ച് പാർട്ടിയെക്കുറിച്ച് കൂടെ പറയണമല്ലോ, ആ ജൻസികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ തൊട്ട് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് അവിടെ നടന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാറ്റ്നയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു. പോലീസുകാർ വെടിവെച്ചു അവിടെ. ഇപ്പോഴും ചർച്ച AK-47 ഒക്കെ ഉപയോഗിച്ച് വെടിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു പക്ഷേ ഈ ജൻസികളെ കുറിച്ച് പൊതുവെ പറയാറുള്ള അവർ വോട്ട് ചെയ്യാൻ പോകാത്തവരാണെന്നൊക്കെ പലരും പറയും. പക്ഷേ അവർ ഒരു പക്ഷേ വോട്ട് ചെയ്യാൻ പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു പലരും. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പുതിയ ഒരു മാറ്റത്തിൻ്റെ ഒരു കാറ്റാണ് ഈ ജൻസികളുടെ സമരം ഡൽഹിയിൽ നടന്നത്. അത് ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാമെന്നുള്ള അവസ്ഥയിലാണത്. ഇതൊക്കെ ഒരു പക്ഷേ ഈ 35% വോട്ടേ ഉള്ളൂ എന്ന് പറയുമ്പം പോലും ആ വോട്ട് ചെയ്യാൻ പോയവർ നമ്മൾ അതിന് ആ എണ്ണ നമ്മളെടുത്ത് നോക്കിയാൽ പോലും അവർ ഈ സമരത്തെ അനുകൂലിച്ചിരുന്നു എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 200-ൽ പരം സീറ്റുകളുള്ള ഒരു സംസ്ഥാനത്ത് ബീഹാർ വലിയ സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ ഈ ഒറ്റ സീറ്റിലെ വിജയത്തെ കൊണ്ട് നമുക്ക് BJP മൊത്തം അളക്കാൻ പറ്റില്ല. അവരെ തിരിച്ചടിയേറ്റൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇപ്പം ജസ്റ്റിൻ പറഞ്ഞ പോലെ 35% പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ അമിതമായ ആത്മവിശ്വാസം ഇവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. എപ്പോഴും ജയിക്കുന്ന 95 മൂലം എന്ന് പറയുമ്പോൾ എത്ര വർഷമായി. പിന്നെ അവിടെ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ പ്രശാന്ത് കിഷോർ അവിടെ വിജയിക്കാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിശാരദം കൂടിയാണ് ആയിരുന്നു. അത് അദ്ദേഹം അവിടെ കൃത്യമായിട്ട് വിനിയോഗിച്ചു. കാരണം RJD-യും BJP-യും അവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ 2 മാസം മുൻപേ അദ്ദേഹം അവിടെ അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തനം തുടങ്ങി. അതേപോലെ അദ്ദേഹം അവിടെ വീടുകൾ തോറും കയറി ഇറങ്ങി അത്തരത്തിൽ അവിടെ പ്രചാരണം ശക്തമാക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ തന്നെ ബീഹാറിൽ ഈ ജൂൺ 17-ന് ഭരത് ഭൂഷൺ തിവാരി എന്ന് പറഞ്ഞൊരു യുവാവ് കൊല്ലപ്പെട്ടിരുന്നു. അപ്പം അതോടെ പോലീസിനെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കിയ ഒരു സംഭവമായിരുന്നു. വലിയ തോതിലുള്ള പിന്നെ പ്രതിഷേധം ഉയർന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ ആ വിഷയം അവർക്കൊരു വൈകാരികമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഈ യുവാവിനെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു അവിടെ ഉയർന്ന ഒരു ആരോപണം. അത് അദ്ദേഹം അവിടെ ചർച്ചയാക്കിയിരുന്നു എന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ പ്രശാന്ത് കിഷോറിനെ പോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനെ വളരെ എളുപ്പത്തിൽ കഴിയും. അത് അദ്ദേഹം അത് ഫലപ്രദമായി ഈ പറഞ്ഞതുപോലെ വീടാന്തരം കയറി ഇറങ്ങിയ വോട്ട് പിടിക്കുമ്പോൾ ഇതൊക്കെ വളരെ വൈകാരികമായ വിഷയങ്ങളാണ്. മാത്രമല്ല അവിടെ BJP സ്ഥാനാർത്ഥി നിർണ്ണയത്തിനും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയല്ല പിന്നീട്. ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു, പിന്നെ അദ്ദേഹത്തെ മാറ്റിയിട്ട് മറ്റൊരാളെ കൊണ്ടുവരുന്നു. അതെ, അത് നാമനിർദ്ദേശം കൊടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് അത് പിൻവലിക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണ് പുതിയൊരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ BJP-ക്ക് ഉള്ളിൽ തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളൊരു തോന്നൽ വന്ന് കാണണം. അതേപോലെ തന്നെ BJP അവിടെ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കാനായിട്ട് 40ഓളം അവരുടെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അവിടെ കളത്തിലിറക്കിയെന്നാണ് ഈ പറഞ്ഞ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നിട്ടും അവർക്ക് പക്ഷേ അവിടെ വിജയം നേടാൻ സാധിച്ചില്ല. അല്ല, അത് ചിലപ്പോൾ അത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്നുള്ള വിഷയം അവിടെ കാണുമായിരിക്കാം. പക്ഷേ ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റിൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. പകുതിയിൽ താഴെ ആളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ആ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ ഒരു പരിച്ഛേദമൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. പക്ഷേ എന്തുകൊണ്ട് ആൾ വോട്ട് ചെയ്യാൻ പോയില്ല എന്നുള്ളത് വേറെ ചോദ്യം. എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും പേരെ വോട്ട് ചെയ്യാൻ പോകാതിരുന്നത്? സാധാരണഗതിയിൽ വടക്കേ ഇന്ത്യയിലൊക്കെ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനം എപ്പോഴും വരുന്ന ഒരു രീതിയാണ് ഉള്ളത്. ബീഹാർ നമുക്കറിയാം, ബീഹാർ പണ്ട് മുതൽ ഈ രാഷ്ട്രീയ ഒരു പ്രക്ഷുബ്ധതയുടെ ഒരു സംസ്ഥാനമാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ പണ്ട് പോലെ നടക്കുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടിയന്തരാവസ്ഥയ്ക്കെതിരായ ജയപ്രകാശ് നാരായണൻ്റെ പ്രക്ഷോഭം ആരംഭിച്ചത്, അദ്ദേഹം തുടങ്ങിയത് അടിയന്തരാവസ്ഥയ്ക്കെതിരെയല്ല, ഇന്ദിരാഗാന്ധി ഭരണത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സമരം ആരംഭിച്ച പാറ്റ്നയിൽ വെച്ചായിരുന്നു. ബീഹാറിലാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. അതായത് രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ പരീക്ഷണങ്ങളുടെ ഒരു വേദിയാണ് ബീഹാർ എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തോളണം. നമ്മൾ പഴയ പാടലിപുത്രം, നമ്മൾ ഇതിഹാസങ്ങളിൽ പറയുന്ന പാടലിപുത്രമാണ് ഇന്നത്തെ പാറ്റ്ന. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ എല്ലാം ബീഹാർ മോഡലാണ് നമ്മൾ പറയാറുണ്ട്. ബീഹാറിൽ തോക്കം കൊണ്ടിരുന്നാണ് ആളെ വിരട്ടി വോട്ട് ചെയ്യിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ഉണ്ടായിരുന്നു. പിന്നെ ഈ ആളുകളെ ഭീഷണിപ്പെടുത്തി വരിക തോക്ക് കാണിച്ച് ക്യൂ നിർത്തി വോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ കുറേ ഇത്തരത്തിലുള്ള കക്ഷികളുണ്ട്. ഈ പപ്പു യാദവനെയൊക്കെ പോലെയുള്ള ക്രിമിനൽ പശ്ചാത്തലം വലിയ തോതിലുള്ള ആളുകൾ അവിടെ സ്ഥാനാർത്ഥിയായി MP MLA ഒക്കെ ആയിട്ടുണ്ട് അയാളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ
ഇപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഈ മണ്ഡലത്തിൽ നമ്മൾ മാധ്യമങ്ങളിൽ വാർത്തയായി കണ്ടിരുന്നില്ല. പക്ഷേ പ്രശാന്ത് കിഷോർ അവിടെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് വരെ അദ്ദേഹം അവിടെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ അവിടുത്തെ ഭരണ നേതൃത്വവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹം അവിടെ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാര്യത്തിൽ മാത്രം തിരിച്ചിട്ട് അവരുടെ ദേശീയ അധ്യക്ഷൻ രാജിവെച്ച് പോയ സീറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ദേശീയ തലത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഒരുപക്ഷെ അത് പക്ഷേ നേരത്തെ ജസ്റ്റിൻ പറഞ്ഞ പോലത്തെ ഒരു തന്ത്രമാകാം, ഒരു ചൂണ്ടിട്ട് കൊടുത്തതാകാം. അതെ, അപ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങളുടെ ശ്രദ്ധ അവിടെ പതിയും, രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധ അവിടെ പതിയും. അപ്പോൾ സ്വാഭാവികമായും ഒരു ഓവർ കോൺഫിഡൻസ് പ്രതിപക്ഷത്തിന് അവിടെ വരാം. അത് ഈ പണ്ട് ഇതുമായി നേരിട്ട് വന്നതോ ഇല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ പണ്ട് ഒരിക്കൽ ഈ ജയലളിത അവർ പ്രതിപക്ഷമായിരിക്കും അവരെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ഒരു ശ്രമം നടന്നിരുന്നു നിയമസഭയിൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയലളിത ജയിച്ച് മുഖ്യമന്ത്രിയായി. അന്ന് ഈ പ്രതിപക്ഷത്തിരിക്കാൻ ഒറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ, കരുണാനിധി മാത്രം. പക്ഷേ കരുണാനിധി വന്നില്ല നിയമസഭയിലേക്ക്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വന്നാൽ തമിഴ്നാട്ടിലെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന് തിരിച്ച് ഒരു മുണ്ടഴിക്കുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പായിരുന്നിരിക്കും. അദ്ദേഹത്തെ ജയിപ്പിച്ചതാണെന്ന് പോലും സംശയം പലരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ജയിച്ച് നിയമസഭയിൽ വരണം, വന്നിട്ട് വേണം ഇവിടെ വന്നിട്ട് വേണം പണി കൊടുക്കാൻ എന്നുള്ള രീതിയിൽ ജയലളിത പറഞ്ഞു ഇയാളെ എന്ത് വിലയെടുത്ത് ഇയാളെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കാം. തമിഴ്നാട് രാഷ്ട്രീയം അത് വേറൊരു ലെവലാണല്ലോ, ഇത് അങ്ങനെ സംഭവിക്കാം. അപ്പോൾ എന്താണെങ്കിലും ശരി BJP സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇത് ഈ നമ്മുടെ ജൻസി പ്രക്ഷോഭം ഉണ്ടല്ലോ, അതിനത്ര നിസ്സാരമായി നമ്മൾ തള്ളിക്കളയരുത് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം. ഈ പശ്ചാത്തലത്തിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാർ മാത്രമല്ല, നമ്മൾ ബീഹാർ പറഞ്ഞല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. പക്ഷേ ഗുജറാത്തിലൊക്കെ കുഴപ്പമില്ല, BJP അവർ മധ്യപ്രദേശിലും നടന്നിരുന്നു. പക്ഷേ മധ്യപ്രദേശിൽ കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. അവിടെ നിന്നും ഈ പറയുന്ന പോലെ ഒരു ഇളക്കം തട്ടിയിരുന്നില്ല. പക്ഷേ ഇവിടെ ബീഹാറിലാണ് ഈ ഇത്തരത്തിലൊരു അതാണ് ദേശീയ അധ്യക്ഷൻ രാജിവെച്ച സീറ്റ് അവർക്ക് നഷ്ടമായി എന്നുള്ളത് തന്നെയാണ് ഇതിനെ കൂടുതൽ പ്രസക്തമാക്കുന്നത്. പക്ഷേ അത് പിന്നെ BJP കണ്ടെത്തുക, കാര്യകാരണങ്ങൾ കണ്ടെത്തി അവരത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുപാട് സമയമുണ്ട് ബീഹാറിൽ. അപ്പോൾ അവരത് പരിഹരിച്ച് മുന്നോട്ട് പോകും. നിതീഷ് കുമാറിനെ പോലെയുള്ള അതിശക്തനായ ഇരുന്ന ഒരാൾ അവിടെ മുഖ്യമന്ത്രിയെ ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. ഒരുപാട് കാര്യങ്ങൾ പണ്ടത്തെ ബീഹാർ അല്ല ഇപ്പോഴത്തെ ബീഹാർ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ള ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. മാത്രമേ കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ അവിടെ മുമ്പ് കൊണ്ടുവരുമായിരിക്കും, നടപ്പിലാക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തങ്ങൾക്ക് എവിടെയാണ് പറ്റിയത് എന്ന് എത്രയും വേഗം കണ്ടെത്തി ഇതിന് പരിഹാരം കണ്ടെത്തി അടുത്ത് വീണ്ടും ബീഹാർ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിലനിർത്താം എന്നുള്ളത് തന്നെയായിരിക്കും BJP ചിന്തിക്കുക. അവിടെ മറ്റൊരു പ്രധാന വിഷയമുള്ള കോൺഗ്രസ് ഇപ്പോഴും അവിടെ അപ്രസക്തമായി പോയി എന്നുള്ളത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്ന എത്രയോ പിന്നെ പ്രഗത്ഭന്മാരായ ആളുകൾ കോൺഗ്രസ് നേതാക്കന്മാർ ബീഹാറിൽ നിന്ന് വന്നിട്ട് കേന്ദ്രമന്ത്രിമാരൊക്കെ ആയിരുന്നിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് അപ്രസക്തമായി പോയി. കാരണം ഈ ഒരു ലാലു പ്രസാദ് യാദവിനെയൊക്കെ പോലെയുള്ള അക്കാലത്ത് 80കളുടെ അവസാനം ഈ മണ്ഡലിൻ്റെ തൊട്ട് പിന്നാലെ നന്നായി ഒരു പ്രാദേശിക പാർട്ടികളുടെ ജാതിയൊക്കെ കയറി വരികയും അത് മുലായം സിംഗ് യാദവും ലാലു പ്രസാദ് യാദവും ഒക്കെ ഉയർന്നു നോക്കുമ്പോൾ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങളിൽ സംഭവിച്ച തകർച്ച. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് തന്നെ സംഭവിച്ചത്, ബീഹാറിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ഇവരുടെ ഈ പ്രാദേശിക തലത്തിലുള്ള ഇത്തരം ജാതിയും മറ്റ് കാർഡൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള ഈ ഒരു വളർച്ച വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടായ ഒരു തിരിച്ചടി, അതിൽ നിന്ന് ഇനിയും കോൺഗ്രസിന് മോചനം ലഭിച്ചിട്ട്. പക്ഷേ BJP തന്നെയാണ് അവിടെ പ്രധാന ശക്തി. ബീഹാറിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് നമ്മൾ BJP അവിടെ എന്തെങ്കിലും തിരിച്ചടി ഏറ്റുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനും കഴിയുകയില്ല.